ഇന്നത്തെ അന്തരീക്ഷം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മൂടിക്കെട്ടിയൊക്കെയാണ് കിടക്കുന്നത്. എന്നാലും ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. AC ഇല്ലാതെ AC ആണ് സത്യം പറഞ്ഞ ഇവിടെ മൊത്തമായിട്ട്. നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും ആണ്. നെയ്യാർ ഡാമും പന്തയും തൊട്ടടുത്ത സ്ഥലങ്ങളാണ്. നെയ്യാർ ഡാമിൽ നിന്നും 3 കിലോമീറ്റർ മാറിയാണ് പന്ത സ്ഥിതി ചെയ്യുന്നത്. എന്റെ കുഞ്ഞിലെയാണ് ഞാൻ നെയ്യാർ ഡാമിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇന്നത്തെ യാത്ര. സത്യം പറയാലോ, തിരുവനന്തപുരം ജില്ലയിലായിരുന്നിട്ട് കൂടി പന്ത ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ പന്ത കാണാനായിട്ട് പോവുകയാണ്. നെയ്യാർ ഡാമിന്റെ റിസർവോയർ ആണ് ഈ പന്ത എന്ന് പറയുന്ന സ്ഥലം. ഇടതുവശത്ത് കാണുന്ന ഡാമിന്റെ റിസർവോയർ ആണ്. ബൈക്കിലൊക്കെ ഒരുപാട് പേര് നിന്ന് നല്ലൊരു അന്തരീക്ഷം, ഒരു കാറ്റ് കൊള്ളാനും ഒരു കട്ടൻ ചായ കൊണ്ട് ഇരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. നിങ്ങളതെല്ലാം കണ്ടോണം കേട്ടോ. ചെറിയൊരു മഴയുണ്ട്. ആ കാലാവസ്ഥ ആയതുകൊണ്ട് മഞ്ഞു മൂടപ്പെട്ട് കിടക്കുകയാണ്. ഈ ഭംഗി കാണുമ്പോൾ ആരായാലും ഒന്ന് വണ്ടി നിർത്തിപ്പോകും. അത്രയ്ക്ക് കാഴ്ചകളാണ് ഇവിടെ. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഒരുപാട് മുതലകളും ചീങ്കണ്ണികളും ഈ ഡാമിനുള്ളിലുണ്ട്. ഡാമിന്റെ സൈഡിലുള്ള ഈ കല്ലുകെട്ടുകൾ കണ്ടോ, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നവംബർ മുതൽ ജനുവരി വരെ ചീങ്കണ്ണികളുടെ പ്രജനന കാലമാണ്. അതുകൊണ്ട് ഡാമിലേക്ക് ഇറങ്ങരുതെന്ന മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നും തിരിച്ച് ഞങ്ങൾ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് വന്നു. ഇവിടെ ചീങ്കണ്ണി പാർക്കും ബോട്ടിംഗ് സർവീസും ഉണ്ട്. ഇവിടെ പ്രവേശിക്കാൻ ഒരാൾക്ക് 25 രൂപയാണ്. ഞങ്ങൾ അവിടെ വന്ന സമയത്ത് ഒരുപാട് സ്കൂൾ കുട്ടികളെ കണ്ടു. അങ്ങനെ ഞങ്ങളും അവരോടൊപ്പം ചേർന്നു. നമ്മളിപ്പോൾ നെയ്യാർ ഡാം ക്രോക്കഡൈൽ പാർക്കിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ 25 വർഷം പഴക്കമുള്ള, അല്ലെ 25 വർഷം മുമ്പ് കിട്ടിയ വർക്കല ബീച്ചിൽ നിന്ന് പിടിച്ച മുതലയാണ് ഈ കിടക്കുന്നത്. ഞങ്ങൾ കാഴ്ചയിലേക്ക് പോകും. ഈ ചീങ്കണ്ണി പാർക്കിലെ ഏറ്റവും വലിയ മുതലാണിത്. 25 വയസ്സാണ് പ്രായം. വർക്കല ബീച്ചിൽ നിന്ന് പിടികൂടിയതാണ്. ഒരു 1.5 മുതൽ തന്നെയാണ്. കാണുമ്പോൾ തന്നെ ഭയം തോന്നും. ഇതിന്റെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. പല്ലും നഖവും പോലും കിട്ടില്ല. തൊട്ടടുത്തായിട്ട് ബോട്ടിംഗ് സർവീസും ഉണ്ട്. ഇത് കഴിഞ്ഞ് നേരെ പോയത് നെയ്യാർ ഡാമിന്റെ അക്വേറിയത്തിലോട്ടാണ്. ഇവിടെ ഒരുപാട് അലങ്കാര മത്സ്യങ്ങളുണ്ട്. അതൊക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്കുമുണ്ട്. അപ്പോൾ കുട്ടികളുമായി ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഇതെല്ലാം അക്വേറിയത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ്. ഇവിടെ ഒരുപാട് വലിയ അലങ്കാര മത്സ്യങ്ങളുണ്ട്. നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത വെറൈറ്റി അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. ഇത് കണ്ടോ, ഇതിനെ റെഡ് ക്യാപ്പ് ഫിഷ് എന്നാണ് പറയുന്നത്. ഒരു തൊപ്പിക്കാരൻ ഫിഷ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഫിഷുകൾ ഇവിടെയുണ്ട്. ഞങ്ങൾ എല്ലാ മീനുകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോയ്ക്ക് ഒരു പരിധിയുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ച് മീനുകൾ മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഈ മീനിനെ ഒന്ന് ശ്രദ്ധിച്ച്, ഇതിന്റെ കണ്ണുകൾ കണ്ടോ, പുറത്തോട്ടാണ് കണ്ണുകൾ ഇരിക്കുന്നത്. അതും ഞങ്ങളിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിനെ കണ്ടപ്പോൾ ഒന്ന് ഭയന്നു. കടൽപ്പാമ്പെന്നാണ് കരുതിയത്. ഇത് നെടുമീനാണ്. പണ്ട് നമ്മുടെ കുളങ്ങളിലും വയലുകളിലും ഒക്കെ കാണാറുള്ള നെടുമീൻ. ഈ കാണുന്ന മീനിനൊക്കെ ലക്ഷങ്ങൾ വിലയുണ്ട് കേട്ടോ. ഈ മീനിനെ ഒന്ന് ഭയക്കണം. മനുഷ്യനെ തിന്നുന്ന മീനാണ്. ഡേഞ്ചറസ് പിരാന എന്നാണ് പറയുന്നത്. ഇതും ഞങ്ങൾ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിൽ വിചാരിച്ചു കാണും, ഒരു നേരത്തെ ഭക്ഷണത്തിലുള്ള ആൾക്കാരാണല്ലോ ഈ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അക്വേറിയത്തിനോട് ഞങ്ങൾ ബൈ ബൈ പറയുകയാണ്. അക്വേറിയത്തിലെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി തൊട്ടടുത്തുള്ള ഡാമിലേക്ക് പോകാം.
തിരുവനന്തപുരത്തുള്ളവർക്ക് പരിചിതമാണ്. എന്നാൽ പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ നെയ്യാർ ഡാം ഇങ്ങനെയാണെന്ന്. ഞങ്ങൾ മുൻപ് വന്നപ്പോൾ ഈ ബ്രിഡ്ജ് കണ്ടിട്ടില്ലായിരുന്നു. ഇനി ഉണ്ടായിരുന്നോ എന്നറിയില്ല. എന്നാൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയുള്ള പുതിയ മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പാലത്തിന്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഡാമിന്റെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും.